വർക്കല സ്വസ്തിക് ജ്യോതിഷം യൂട്യൂബ് ചാനലിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഈ വീഡിയോ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം രാശിചക്രത്തിലെ 11ാമത്തെ നക്ഷത്രമായിട്ടുള്ള പൂരം നക്ഷത്രം. ആ പൂരം നക്ഷത്രത്തിന്റെ വിശേഷങ്ങളാണ്. പൂരം നക്ഷത്രത്തിൽ ജനിച്ച വ്യക്തികൾ അവരുടെ ജീവിതത്തിന്റെ പൊതുവായിട്ടുള്ള ഉയർച്ചയ്ക്ക് ഏതൊക്കെ ദേവതയെ ആരാധിക്കണം, ഏതൊക്കെ ഗ്രഹത്തെ ആരാധിക്കണം, ഓരോ കാലഘട്ടത്തിലും പ്രായത്തിന്റെ ഓരോ ഘട്ടത്തിലും ഏതൊക്കെ ദേവതാ ഭജനം കൊണ്ട് ഉയർച്ച ഉണ്ടാകും എന്നുള്ള വിഷയമാണ്. വീഡിയോയിൽ കിടക്കുന്നതിന് മുന്നേ വർക്കല സ്വസ്തിക് ജ്യോതിഷം യൂട്യൂബ് ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പൂരനക്ഷത്രം പൂർവ്വ ഫാൽഗുനി എന്നും അറിയപ്പെടുന്നു. ഈ നക്ഷത്രത്തിന്റെ ദേവത എന്ന് പറയുന്നത്, നക്ഷത്ര ദേവത എന്ന് പറയുന്നത് ആര്യമാവാണ്. നക്ഷത്രത്തിന്റെ അധിപതി ശുക്രനാണ്. ശുക്രന് പറഞ്ഞ 3 നക്ഷത്രങ്ങളിൽ ഒന്നാണ് ഭരണി, പൂരം, പൂരാടം. ഇത് 3 ശുക്രന്റെ നക്ഷത്രമാണ്. പൂരം നക്ഷത്രത്തിന്റെ ദേവത എന്ന് പറയുന്നത് ആര്യമാവും നക്ഷത്രത്തിന്റെ അധിപതി എന്ന് പറയുന്നത് ശുക്രനുമാണ്. ആര്യമാവ് എന്ന് വെച്ചാൽ ആദിത്യനാണ്. 12 ആദിത്യന്മാരെ കുറിച്ച് പുരാണങ്ങളിൽ പരാമർശമുണ്ട്. 12 ആദിത്യന്മാർ, അതിൽ ഒരു ആദിത്യനാണ് ആര്യമാവ്. ആ ഒരു വിഷയം കൊണ്ട് തന്നെ എല്ലാ കാലവും പൂരം നക്ഷത്രത്തിൽ ജനിച്ച വ്യക്തികൾക്ക് സൂര്യാരാധന വേണ്ടതാണ്. സൂര്യനെ സ്ഥിരം ആരാധിക്കുന്നത്, സൂര്യപ്രീതി വരുത്തുന്നത് അവർക്ക് എല്ലാ കാലവും ഉയർച്ച നൽകുന്നതാണ്. നക്ഷത്ര ദേവത ആര്യമാവ് എന്ന സൂര്യാംശമുള്ള ദേവത ആയതുകൊണ്ട്. ഇനി നക്ഷത്രത്തിന്റെ അധിപതി ശുക്രനാണ്. ശുക്രന് പറഞ്ഞിട്ടുള്ള ദേവത മഹാലക്ഷ്മിയാണ്. എല്ലാ കാലവും മഹാലക്ഷ്മിയെ ആരാധിക്കാം. എല്ലാ കാലവും വെള്ളിയാഴ്ച ദിവസങ്ങളിൽ മഹാലക്ഷ്മി പ്രീതി, മഹാലക്ഷ്മി മന്ത്രം ജപിച്ചുകൊണ്ടോ മഹാലക്ഷ്മി ഗായത്രി ജപിച്ചുകൊണ്ടോ എല്ലാ വെള്ളിയാഴ്ചകളിലും മഹാലക്ഷ്മിയെ ആരാധിക്കുന്നത് ഈ നക്ഷത്രക്കാർക്ക് പൊതുവെയുള്ള ഉയർച്ചയ്ക്ക് നല്ലതാണ്. ഇനി ഈ നക്ഷത്രത്തിന്റെ മറ്റു പ്രത്യേകതകളിലോട്ട് കടന്നു കഴിഞ്ഞാൽ, ചിങ്ങൻ രാശിക്കാരാണ് പൂരം നക്ഷത്രക്കാർ. ചിങ്ങൻ രാശിയിൽ 2ാമത്തെ നക്ഷത്രമാണ് പൂരം. അതുകൊണ്ട് തന്നെ ചിങ്ങൻ രാശിയുടെ അധിപതിയായിട്ടുള്ള ആദിത്യന്റെ പ്രത്യേകതകൾ ഈ നക്ഷത്രക്കാർക്ക് പൊതുവെ കാണാറുണ്ട്. എന്തൊക്കെയാണെന്ന് വെച്ചാൽ, ഉറച്ച മനസ്സ്. ഏത് കാര്യത്തിലും പൊതുവെ ഒരു ഉറച്ച മനസ്സാണ്. ചഞ്ചലചിത്തത ഇല്ല. എടുത്ത തീരുമാനം പൂർത്തീകരിക്കാൻ വേണ്ടി പരമാവധി ശ്രമിക്കും. സ്ഥിരമായ ധനം, ആർജിതമായ ധനമാണ്. മറ്റുള്ളവരെ ആശ്രയിച്ചുള്ളതല്ല. ആർജിതമായ സ്ഥിരമായിട്ടുള്ള ധനം ഉള്ളവരാണ് പൂരം നക്ഷത്രത്തിൽ ജനിച്ച വ്യക്തികൾ. ഗ്രഹകാര്യങ്ങളിൽ ഉത്തരവാദിത്വം, അവനവന്റെ കുടുംബത്തിൽ ആവശ്യം വേണ്ട ഉത്തരവാദിത്വം പ്രകടിപ്പിക്കുന്ന വ്യക്തികളാണ് ഈ നക്ഷത്രത്തിൽ ജനിച്ച ആൾക്കാർ. ഏത് കാര്യത്തിലും നയപരമായിട്ട് ഇടപെടും ഈ നക്ഷത്രക്കാർ. അതുപോലെ ആദ്യത്തിന്റെ പതിലുള്ള ചില കാര്യങ്ങളൊക്കെ ഉണ്ട്. പ്രൗഢഗാംഭീര്യത്തോടു കൂടി വിഷയത്തെ സമീപിക്കും. ഏത് കാര്യത്തിനും ആജ്ഞാശക്തി ഉണ്ടാകും. അതിരറ്റ ആത്മവിശ്വാസം, എല്ലാ കാര്യത്തിലും ഒരു പരിധി വിട്ടുള്ള ആത്മവിശ്വാസം ഉണ്ടാകും ഈ നക്ഷത്രക്കാർക്ക്. അന്യരുടെ നിയന്ത്രണത്തിലായിരിക്കത്തില്ല. മറ്റുള്ളവരുടെ അഭിപ്രായത്തെ കേൾക്കുമെന്നല്ലാതെ കേട്ടതുപോലെ പ്രവർത്തിക്കണമെന്നില്ല. തനിക്ക് തന്റേതായിട്ടുള്ള അഭിപ്രായം എല്ലാ വിഷയത്തിലും കാണും. 10 പേര് കൂടുന്ന സ്ഥലത്ത് തന്റേതായ അഭിപ്രായം പ്രകടിപ്പിക്കുകയും തന്റെ അഭിപ്രായത്തിൽ ഉറച്ചു നിൽക്കുകയും ചെയ്യും ഈ നക്ഷത്രക്കാർ പൊതുവെ. പിന്നെ ശുക്രന്റെ നക്ഷത്രമാണ്, അതുകൊണ്ട് തന്നെ സൗകുമാര്യത ഉണ്ടാകും. ശുക്രന്റെ നക്ഷത്രമാണിത്, അതുകൊണ്ട് തന്നെ സൗകുമാര്യത, ആകർഷണീയത, വശ്യമായ രീതിയിൽ പെരുമാറി മറ്റുള്ളവരുടെ ശ്രദ്ധ തന്നിലേക്ക് ആകർഷിക്കാൻ താല്പര്യപ്പെടുന്നവരാണ് ഈ നക്ഷത്രത്തിൽ ജനിച്ച വ്യക്തികൾ. പരാശ്രയ ജീവിതം ഇഷ്ടപ്പെടുന്നവരല്ല. മറ്റുള്ളവരെ ആശ്രയിച്ച് ജീവിക്കാൻ ഒരിക്കലും താല്പര്യപ്പെടുന്നവരല്ല ഈ നക്ഷത്രക്കാർ. തന്റെ കഴിവുകൊണ്ട്, തന്റെ യോഗ്യത കൊണ്ട്, തന്റെ പ്രവൃത്തി കൊണ്ട് മുന്നോട്ട് പോകാനും ജീവിക്കുവാനും ഇഷ്ടപ്പെടുന്നവരാണ്. തലകുനിക്കാൻ ഇഷ്ടപ്പെടുന്നവരല്ല. എന്ന് മാത്രമല്ല, ഈ നക്ഷത്രക്കാർ മറ്റുള്ളവരുമായിട്ട് ചേർന്ന് ചെയ്യുന്ന കാര്യങ്ങളിലും തനിക്ക് തന്റേതായ സ്ഥാനം ഇല്ലാന്നുണ്ടെങ്കിൽ മനഃപൂർവ്വമായിട്ട് തന്നെ ഒഴിഞ്ഞു മാറി പോകുന്നവരുമാണ് പൂരം നക്ഷത്രം ജനിച്ച വ്യക്തികൾ. അനാവശ്യമായ അഭിമാനബോധം പ്രകടിപ്പിക്കുന്നവരാണ്. ഏത് കാര്യത്തിലും തനിക്ക് ഒരു സ്ഥാനം വേണമെന്ന് നിർബന്ധം പിടിക്കുന്നത് കൊണ്ട് തന്നെ പല കാര്യങ്ങളിലും പരാജയം ഉണ്ടാകാറുണ്ട്. ആൾക്കാരുമായിട്ട് ചേർന്ന് ചെയ്യുന്ന കാര്യങ്ങളിലും പലപ്പോഴും ഒറ്റപ്പെടുന്ന ഒരു പ്രകൃതം ഉണ്ടാകും. 10 പേര് ചേർന്ന് ചെയ്യുന്ന കാര്യങ്ങൾ പൂരം നക്ഷത്രക്കാർ ഉൾപ്പെട്ട് കഴിഞ്ഞാൽ പലപ്പോഴും ഒറ്റപ്പെട്ടു പോകാൻ സാധ്യതയുണ്ട്. കാര്യം തന്റേതായ ചില അഭിപ്രായങ്ങൾ പ്രകടിപ്പിക്കുന്നത് കൊണ്ട് തന്നെയാണത്. അനാവശ്യമായിട്ട് അന്യരെ ഭരിക്കും. ഒരു കാര്യമില്ലാതെ മറ്റുള്ളവരെ കയറി ഭരിക്കും. അത് മറ്റുള്ളവർക്ക് ഇഷ്ടപ്പെടണമെന്നില്ല. അതിൻ്റെതായ പോരായ്മകളും ജീവിതത്തിൽ ഉണ്ടാകും നക്ഷത്രക്കാർക്ക്. ആചാരങ്ങളിൽ താല്പര്യമുള്ളവരായിരിക്കും. പാരമ്പര്യമായ കാര്യങ്ങളിൽ വിശ്വാസമുള്ളവരായിരിക്കും ഈ നക്ഷത്രക്കാർ. നിശ്ചയദാർഢ്യം ഉണ്ടാകും. ഒരു പ്രവൃത്തി തുടങ്ങിക്കഴിഞ്ഞാൽ പൂർത്തീകരിക്കണം. പൊതുവെ സ്വന്തം ജനങ്ങൾ തന്നെ ശത്രുതയായിരിക്കും. പൊതുവെ സ്വന്തം ജനങ്ങളുടെ ശത്രുത അനുഭവിക്കുന്നവരാണ്. സ്വജനങ്ങളുടെ ശത്രുത ഒരുപാട് അനുഭവിക്കുന്ന വ്യക്തികളാണ് പൂരം നക്ഷത്രത്തിൽ ജനിച്ച വ്യക്തികൾ. ചിങ്ങൻ രാശിയിൽ നിന്ന് 4ാമത്തെ രാശിയാണ് വൃശ്ചികം. ചിങ്ങൻ രാശിക്കാരനായിട്ടുള്ള പൂരം നക്ഷത്രക്കാരുടെ മറ്റൊരു പ്രത്യേകത, അതിന്റെ 4ാം ഭാവത്തിൽ ചന്ദ്രൻ 4ാം ഭാവം ചന്ദ്രന്റെ നീച രാശിയാകയാൽ മനസ്സമാധാനക്കുറവ് എപ്പോഴും ഉണ്ടായിരിക്കും. ഏത് പ്രായത്തിലും ഏത് കാലഘട്ടത്തിലും മനസ്സിനൊരു അസ്വസ്ഥത എപ്പോഴും ഉണ്ടായിരിക്കും. മറ്റൊന്നുമല്ല, 4ാം ഭാവം എന്ന് പറയുന്നത് മാതാവാണ്. 4ാം ഭാവം എന്നുള്ളത് വാഹനമാണ്. 4ാം ഭാവം എന്ന് പറയുന്നത് വിദ്യയാണ്. 4ാം ഭാവം എന്ന് പറയുന്നത് ഭൂമിയാണ്. ഈ പറഞ്ഞ കാര്യങ്ങൾ ഏതെങ്കിലും ഒരു വിഷയം കൊണ്ട്, മാതാവിനെ കൊണ്ടോ, ഭൂമി കൊണ്ടോ, വിദ്യ കൊണ്ടോ, സുഹൃത്തിനെ കൊണ്ടോ, വാഹനത്തെ കൊണ്ടോ, ഏതെങ്കിലും ഒരു വിഷയം കൊണ്ട് എപ്പോഴും ഒരു മനസമാധാനക്കുറവ് അനുഭവിക്കുന്ന വ്യക്തികളാണ് ഈ പൂരം നക്ഷത്രത്തിൽ ജനിച്ച ആൾക്കാർ. പരമാവധി അത് മാറുക എന്നുള്ള ഉദ്ദേശത്തിൽ ഭഗവതിയെ ഭജിക്കുക.
ലളിതാ സഹസ്രനാമത്തോടു കൂടിയുള്ള ജപത്തോടുള്ള ഭഗവതിയെ ഭജിക്കുന്നത് കൊണ്ട് ഈ പറഞ്ഞ വിഷയത്തിലൊക്കെ ഒരു മാറ്റം ഉണ്ടാകും ഇവർക്ക്. പൊതുവെ പൂരം നക്ഷത്രത്തിൽ ജനിച്ച വ്യക്തികൾ മധ്യപ്രായത്തിന് മേലാണ് ഉയർച്ച. ഏകദേശം ഒരു 40 വയസ്സിന് മുകളിലാണ് സ്ഥായി ഭാവത്തിലുള്ള ഉയർച്ച അവർക്ക് അനുഭവത്തിൽ വരുന്നത്. അതുപോലെ ഇവർക്ക് പാഴ്ചെലവ് ഒരുപാട് ഉണ്ടാകും, അനാവശ്യമായ ചെലവുണ്ടാകും, മറ്റുള്ളവർക്ക് വേണ്ടി ഒരുപാട് ധനം വ്യയം ചെയ്യും, അന്യരെ ഒരു പരിധി വിട്ടും വിശ്വസിക്കും. ആ അന്യരെ എത്രത്തോളം വിശ്വസിക്കുന്നു അത് തിരിച്ചു കിട്ടണമെന്നില്ല. ഏറ്റവും അടുത്ത സൗഹൃദങ്ങളിൽ നിന്ന് പോലും മനസ്സിന് വിഷമം ഉണ്ടാകുന്ന പ്രവൃത്തികൾ ഉണ്ടാകും. അതുപോലെ ഇവരെ സംബന്ധിച്ച് ആത്മസംയമനം കുറഞ്ഞിരിക്കും, പെട്ടെന്ന് ദേഷ്യപ്പെടുന്നവരായിരിക്കും, ചിന്തിക്കാതെ പ്രവർത്തിക്കുന്നവരാണ് എന്ന് പറഞ്ഞാൽ സിംഹരാശിയാണ്. സിംഹത്തിന്റെ ആ സ്വഭാവം അനാവശ്യമായ കാര്യങ്ങളിൽ ഇടപെടുക, പെട്ടെന്ന് കോപിക്കുക, പെട്ടെന്ന് പ്രതികരിക്കുക, ഉള്ളത് തുറന്നു പറയുക എന്നുള്ള ഒരു സ്വഭാവം അനുഭവിക്കുന്നവരാണ്. അങ്ങനെയുള്ളൊരു സ്വഭാവം പ്രകടിപ്പിക്കുന്ന ആൾക്കാരാണ് ഈ ചിങ്ങൻ രാശിയിൽ ജനിച്ചിട്ടുള്ള പൂരം നക്ഷത്രക്കാർ. പൊതുവെ പൂരം നക്ഷത്രക്കാരെ സംബന്ധിച്ച് അവരുടെ കുടുംബജീവിതം അത്ര സൗഖ്യമുള്ളതൊന്നും ആയിരിക്കത്തില്ല. എല്ലാവരുടെ കാര്യമല്ല പറയുന്നത്, പൊതുവെ അങ്ങനെയാണ്. കാര്യം 7ാം ഭാവാദി ശനിയാണ്, ആദ്യത്തിന്റെ ശത്രു ആണ് ശനി ഒന്ന്. മറ്റൊരു കാര്യം, പൂരം നക്ഷത്രത്തിനെ സംബന്ധിച്ച് രജ്ജുദോഷാദി കാര്യങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെ പൊതുവെ 27 നക്ഷത്രങ്ങളിൽ 13-14 നക്ഷത്രത്തോളം തന്നെ ഇവർക്ക് അത്ര യോജിപ്പുള്ളതുമല്ല. പൂരം നക്ഷത്രക്കാർ ഭൂരിപക്ഷം കണ്ടിരിക്കുന്നത് കുടുംബജീവിതം അഡ്ജസ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടുന്നവരാണ്. പൊതുവെ കുടുംബജീവിതം വളരെ അഡ്ജസ്റ്റ് ചെയ്ത് കൊണ്ടുപോകേണ്ടവരാണ് ഈ നക്ഷത്രക്കാർ, അല്ലെങ്കിൽ അത് പരാജയമാവാം. പൊതുവെ ഇവരെ സംബന്ധിച്ചൊരു വേറൊരു ഗുണം പറയുന്നത് ആൾക്കൂട്ടത്തിൽ തിരിച്ചറിയപ്പെടുന്നവരാണ് ഈ നക്ഷത്രക്കാർ. 100 പേരുള്ളിടത്തും ഇത് തലയെടുപ്പോട് നിൽക്കും, ഏത് കാര്യത്തിലും മുൻകൈ എടുത്ത് നിൽക്കും, ഏത് കാര്യത്തിലും ആത്മാർത്ഥമായിട്ട് നിൽക്കും. അങ്ങനെ ഒരു സ്വഭാവക്കാരാണ്. ഇംഗ്ലീഷിൽ ചൊല്ലുണ്ട്, എ ഫേസ് ഇൻ ദ ക്രൗഡ്. എത്ര ആൾക്കാരുടെ ഇടയിലും അറിയപ്പെടുന്ന ഒരു മുഖമായിരിക്കും സിംഹരാശി ജനിച്ചിട്ടുള്ള ഈ പൂരം നക്ഷത്രത്തിൽ ജനിച്ച വ്യക്തികൾ. ഇനി ഈ നക്ഷത്രജാതത്തെ സംബന്ധിച്ച് അവരുടെ സൗഹൃദങ്ങൾ, പൂരം നക്ഷത്രത്തിൽ ജനിച്ച വ്യക്തികൾ അവരുടെ ജീവിതത്തിൽ ഒഴിവാക്കേണ്ട ചില നക്ഷത്ര വ്യക്തികളുണ്ട്. ഏതൊക്കെ നാളിൽ ജനിച്ച ആൾക്കാരെയാണ് അവർ മാറ്റി നിർത്തേണ്ടത് എന്ന് ചോദിച്ചാൽ, ഏതൊക്കെ നക്ഷത്ര ദിനങ്ങളാണ് അവരുടെ ശുഭകർമ്മങ്ങളിൽ നിന്ന് മാറ്റി നിർത്തേണ്ടതാണെന്ന് ചോദിച്ചാൽ, അത് ഒന്ന് അവരുടെ മൂന്നാമത്തെ നാളായിട്ടുള്ള പൂരം നാളിന്റെ മൂന്നാമത്തെ നാളായിട്ടുള്ള അത്തം നാള്, മൂന്നാമത്തെ നാളായിട്ടുള്ള അത്തം, 5ാമത്തെ നാളായിട്ടുള്ള ചോതി, 7ാമത്തെ നാളായിട്ടുള്ള അനിടം. ഇങ്ങനെ അത്തം, ചോതി, അനിടം ഈ പറഞ്ഞ 3 നാളിലും ഇവർ അവരുമായി ബന്ധപ്പെട്ട ശുഭകർമ്മങ്ങൾ തീർത്തും വർജിക്കുക. ഈ പറഞ്ഞിരിക്കുന്ന 3 നക്ഷത്രത്തിൽ ജനിച്ച വ്യക്തികളുമായിട്ടുള്ള കൊടുക്കൽ വാങ്ങൽ, സൗഹൃദങ്ങള്, ബിസിനസ് ഒക്കെ അങ്ങ് ഒഴിവാക്കുക. പുരുഷന്മാരെ സംബന്ധിച്ചാണെങ്കിൽ വിവാഹ കാര്യത്തിന് 3, 5, 7 നാളിൽ ജനിച്ച സ്ത്രീകളെ എടുക്കാവുന്നതാണ്. സ്ത്രീകളെ സംബന്ധിച്ച്, പൂരം നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകളെ സംബന്ധിച്ച് അവർ ജനിച്ചതിന്റെ 3ാമത്തെയും 5ാമത്തെയും 7ാമത്തെയും നാളായിട്ടുള്ള ഈ അത്തം, ചോതി, അനിടം ഈ പറഞ്ഞ 3 നാൾ ജനിച്ച പുരുഷന്മാരെയും സ്ത്രീകൾ വർജിക്കുക. സൗഹൃദവും വിവാഹവും അവർക്ക് പാടില്ല. പുരുഷന്മാർക്ക് വിവാഹ വിഷയത്തിൽ ജ്യോതിഷ സംബന്ധമായിട്ട് മറ്റ് തടസ്സങ്ങളൊന്നും പറയുന്നില്ല. ജാതക വിഷയം അനുകൂലമാണെങ്കിൽ ആഹാമെന്ന് തന്നെയാണ് പറയുന്നത്. ഇനി ഈ നക്ഷത്ര ജാതം എല്ലാ കാലവും ആരാധിക്കേണ്ട ദേവത ഞാൻ മുൻപേ സൂചിപ്പിച്ചതുപോലെ ആദിത്യനെ സ്ഥിരമായിട്ട് ആരാധിക്കുക. അതുപോലെ ആദിത്യന് പറഞ്ഞിട്ടുള്ള ദേവതയെ ശിവനെയും എല്ലാ കാലവും ആരാധിക്കുന്നത് അവർക്ക് ശ്രേയസ്കരമാണ്. പിന്നെ നക്ഷത്രത്തിന്റെ, ഇത് ശുക്രന്റെ നക്ഷത്രമാണ്, അത് പൂരം നക്ഷത്രം എന്ന് പറയുന്നത് ശുക്രന്റെ നക്ഷത്രമാണ്. അതുകൊണ്ട് തന്നെ ശുക്രന് പറഞ്ഞിട്ടുള്ള ദേവത എന്ന് പറയുന്നത് മഹാലക്ഷ്മിയാണ്. എല്ലാ കാലവും മഹാലക്ഷ്മിയെ ആരാധിക്കുക. അതിന് പ്രായവും കാലവും 5 വയസ്സാണോ 50 വയസ്സാണോ 45 വയസ്സാണോ അങ്ങനെയൊന്നുമില്ല. എല്ലാ കാലവും ശിവനെയും മഹാലക്ഷ്മിയെ ആരാധിക്കുന്നത് ഏറ്റവും ശ്രേയസ്കരമാണെന്ന് മാത്രമല്ല, ശുക്രവാരത്തിൽ വെള്ളിയാഴ്ച ദിവസങ്ങളിൽ ലളിതാ സഹസ്രനാമം ഇതിൽ സ്ഥിരമായി ജപിക്കുന്നത് മഹാലക്ഷ്മി പ്രീതിക്ക് വേണ്ടിയിട്ട് ലക്ഷ്മി മന്ത്രങ്ങൾ ജപിക്കുന്നത് ഒക്കെ തന്നെ എല്ലാ കാലവും സ്ഥിരമായിട്ടുള്ള ഗുണത്തിനും ഉയർച്ചയ്ക്കും അവർക്ക് വേണ്ടതായ ഒരു കാര്യമാണ്. ഇത് എല്ലാ കാലവും ചെയ്യുക. ഇനി അവർ ജനിക്കുന്നത് ശുക്രന്റെ ദശയിലാണ്. ശുക്രന്റെ ദശ ഏകദേശം ഒരു വ്യക്തിക്ക് 20 വർഷമാണ് പറയുന്നതെന്നുണ്ടെങ്കിൽ ജനിക്കുന്ന ഘട്ടം കൊണ്ട് അത്രത്തോളം തന്നെ കിട്ടണമെന്നില്ല. ഏകദേശം ഒരു 9 വയസ്സോ 10 വയസ്സോ വരെയൊക്കെ കാണാം. അപ്പൊ കുഞ്ഞിലെ അവർ പ്രധാനമായിട്ടും ദുർഗയെ ആരാധിക്കുക, മഹാലക്ഷ്മിയെ ആരാധിക്കുക. ദുർഗയും ബാലാരിഷ്ട പരിഹാരത്തിന് വേണ്ടിയിട്ട് ദുർഗയും, അതുപോലെ ന്യായമായ വിദ്യയ്ക്ക് ഐശ്വര്യത്തിന് വേണ്ടി മഹാലക്ഷ്മിയെ ആരാധിക്കാം. 10 വയസ്സിന് മുകളിലുള്ള 16 വയസ്സ് വരെയുള്ള ആ കാലഘട്ടത്തിൽ ആദിത്യപ്രീതിയാണ് വേണ്ടത്, ശിവനെ ആരാധിക്കാം. 16 മുകളിലുള്ള 10 വർഷം ചന്ദ്രദശയാകുന്നു. ആ ചന്ദ്രദശാകാലത്ത് ദുർഗാപ്രീതിയാണ് വേണ്ടത്, ദുർഗാ ഭഗവതി ആരാധിക്കാം. ആ 26 വയസ്സിന് മുകളിൽ ഉള്ള 7 വർഷത്തോളം ചൊവ്വാദശയാണ് അവർ അനുഭവിക്കുന്നത്. പൊതുവെ ചിങ്ങക്കൂറുകാർക്ക് ചൊവ്വ യോഗകാരകനാണ്. അവർ സുബ്രഹ്മണ്യനെ ആരാധിക്കുന്നത് കുടുംബ സൗഖ്യതയ്ക്കും ന്യായമായിട്ടുള്ള കർമ്മഗുണത്തിനും ഏറ്റവും ഉപയോഗപ്പെടുന്നതാണ്. സുബ്രഹ്മണ്യ പ്രീതി വരുത്തുക എന്നർത്ഥം. ഏകദേശം ഒരു 33 വയസ്സിന് മേൽ അവർക്ക് രാഹുദശയാണ്. ആ രാഹുദശാകാലത്ത് സർപ്പപ്രീതി ഉത്തമം. ആയില്യപൂജ ചെയ്യുക, സർപ്പക്ഷേത്രങ്ങളിൽ സന്ദർശനം നടത്തുക, വർഷത്തിൽ ഒരിക്കലെങ്കിലും സർപ്പക്ഷേത്രങ്ങളിൽ ദർശനം നടത്തി അവിടെ 100 പാലം കഴിപ്പിക്കുക.
വലതു വെച്ച് ദർശനം നടത്തുക, യഥാശക്തി വഴിപാട് കാര്യങ്ങൾ ചെയ്യുക, ആയില്യ ദിവസങ്ങളിൽ വ്രതത്തോടുകൂടി പരിസര ക്ഷേത്രത്തിൽ സർപ്പത്തിന് പൂജയും മറ്റു വിഷയങ്ങളും ഒക്കെ ചെയ്യുക. ഇതൊക്കെ അവർക്ക് ഗുണം നൽകുന്നതാണ്. ഏകദേശം 54 വയസ്സ് കഴിയുമ്പോൾ അവർക്ക് വ്യാഴദശ തുടങ്ങുന്നുണ്ട്. വ്യാഴം അവർക്ക് ഗുണവും ദോഷവുമാണ്. 5ാം ഭാവാധിപതിയും അഷ്ടമാധിപനും കൂടെയാണ്. വിഷ്ണുവിനെയാണ് ആരാധിക്കേണ്ടത്. സ്ഥിരമായിട്ട് വിഷ്ണുവിനെ ആരാധിക്കുക. 53, 54 വയസ്സ് കഴിഞ്ഞുള്ള 16 ആണ്ടോളം വൈഷ്ണവാരാധന ചെയ്യണം. വിഷ്ണുവിന് പുരുഷസൂക്താദി മന്ത്രം കൊണ്ടുള്ള അർച്ചനയും പ്രായമായതുകൊണ്ട് തന്നെ ശാരീരിക വൈഷമ്യങ്ങൾ അനുഭവത്തിൽ വരാതിരിക്കാൻ വേണ്ടി ധന്വന്തരി മന്ത്രാർച്ചനയും സ്ഥിരമായിട്ട് ചെയ്യുന്നത് അവരെ സംബന്ധിച്ച്, പൂരം നക്ഷത്രത്തെ സംബന്ധിച്ച് ആ പ്രായത്തിലുള്ള അസുഖകാര്യങ്ങൾ മാറുന്നതിനും മനസ്സുസ്ഥിതിക്കും ഏറ്റവും ഗുണം നൽകുന്നതാണ്. പൂരം നക്ഷത്രവുമായി ബന്ധപ്പെട്ടുള്ള ചെറിയ കാര്യങ്ങളാണ് ഞാനിവിടെ പറഞ്ഞത്. ഒരുപാട് കാര്യങ്ങൾ ഇനിയും ഉണ്ട് ആ നക്ഷത്രവുമായി ബന്ധപ്പെട്ട്. സാമാന്യ കാര്യങ്ങളെ ഇതിൽ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. നിങ്ങൾക്ക് അത് ഉപയോഗപ്പെടുമെന്ന് കരുതുന്നു. വർക്കല സ്വസ്തി ജ്യോതിഷം യൂട്യൂബ് ചാനലിന്റെ പുതിയ വീഡിയോകൾ കാണുന്നതിന് വേണ്ടിയിട്ട് എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.